CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടവല്ലൂർ കല്ലുംപുറത്ത് ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ ചാലിശ്ശേരി പുലിക്കോട്ടിൽ ബാബുവിന്റെ മകൻ ബെറ്റ്ലി, ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കല്ലുംപുറം ചെറുവത്തൂർ ബാബുവിന്റെ ഭാര്യ വിബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മുസ്ലിം ലീഗ് അംഗവും ദളിത് ലീഗ് ജില്ലാ പ്രസിഡന്റുമായ സുബ്രഹ്മണ്യനെ തെരഞ്ഞെടുത്തു. UDF ധാരണപ്രകാരം കോൺഗ്രസിലെ കെ കമറുദ്ദീൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് സുബ്രഹ്മണ്യനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തത്. 5 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വേലൂർ ഗ്രാമക നാടകോത്സവം സമാപിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തീരദേശ മാനസികാരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടപ്പുറം പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി സൌജന്യമായി ബയോബിൻ വിതരണം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിൽ വികസന മുരടിപ്പ് സൃഷ്ടിച്ച CPM ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ കൃഷി സദസ്സ് സംഘടിപ്പിച്ചു. ലഹരി കളിയിടങ്ങളോട് എന്ന ആശയം മുൻനിർത്തി കോട്ടപ്പടി ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. ലഹരിക്കെതിരെ കൈകോർത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതിയുടെ മുന്നിൽ അഭിഭാഷക ചങ്ങല തീർത്തു. ലഹരിക്കെതിരെ പടയൊരുക്കവുമായി മഴുവഞ്ചേരി ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികൾ നിരോധിത ലഹരിക്കെതിരെ കോളേജിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകൾ കയറി ബോധവൽക്കരണം നടത്തുന്ന 200ഓളം വനിതകൾക്ക് കടവല്ലൂർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ട്രെയിനിംഗ് ക്ലാസ് നൽകി. ചേലൂർ ഒളിമ്പിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വീടും മുറ്റവും ഉൾപ്പെടുത്തിയുള്ള വ്യത്യസ്തമായ നാടകാവതരണം വ്യാഴാഴ്ച നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം ലീഗ് നടത്തിയ പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം SNDP യോഗം ഗുരുവായൂർ യൂണിയൻ ആവശ്യപ്പെട്ടു. പൊതുപരീക്ഷ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ചായ കൊണ്ടുവരുന്ന വിദ്യാർത്ഥികൾക്ക് അക്വേറിയവും അലങ്കാര മത്സ്യങ്ങളെയും സമ്മാനിച്ച് അധ്യാപകൻ. കൃഷിയിടാധിഷ്ഠിത ആസൂത്രണ പദ്ധതി പ്രകാരം പൂക്കോട് കൃഷിഭവന് കീഴിൽ കർഷകർക്ക് ഡീഹൈഡ്രേറ്റർ സബ്സിഡി നിരക്കിൽ നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം നടത്തി. പുന്നയൂർ പഞ്ചായത്തിൽ സൌജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ചത്. കുന്നത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബാവ മുസ്ലിയാരുടെ 87ാം ആണ്ട് നേർച്ചയും നവീകരണ ജാറും തുറന്നുകൊടുക്കുകയും ചെയ്തു. കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ശ്രീരാമനവമി ആഘോഷം സമാപിച്ചു. വടക്കേക്കാട് ICA മോണ്ടിസോറി വിഭാഗത്തിലെ കോൺവൊക്കേഷൻ അക്കാദമിക് കൺവീനർ അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.